ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പസിൽസ് വളരെ സിമ്പിളായിട്ട്, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള പസിൽസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെയും പസിൽസിനാണ് കൂടുതൽ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉള്ളത്. പ്രിലിംസിൽ വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് പസിൽസിലെ ക്വസ്റ്റ്യൻസ്. മെയിൻസിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള പസിൽസ് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഒരാൾക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും, എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള കൂടുതൽ പ്രാക്ടീസ് സെറ്റ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് നോക്കിയാൽ മതി. അവിടെ ധാരാളം PDFs അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ നമ്മൾക്ക് അധികം താമസിക്കാതെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 8 persons A, B, C, D, E, F, G and H are living in a 8-story building. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഫ്ലോർ ബേസ്ഡ് ആയിട്ടുള്ള പസിലാണ്. പലതരം പസിൽസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ പറയാം. ഇന്ന് ഫ്ലോർ ബേസ്ഡ് പസിൽസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഡേറ്റ തന്നിട്ടുള്ള എന്താണ്? 8 സ്റ്റോറി ബിൽഡിങ്ങിൽ 8 ആൾക്കാരുണ്ട്. സെയിം ആയിട്ടുള്ള ഓർഡറിലല്ല അവരുള്ളത്. ലോവർ മോസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് 1 ആണ്, ടോപ്പ് മോസ്റ്റ് ഫ്ലോർ ആണ് 8. അപ്പോൾ നമ്മൾക്ക് ഇത്രയും കാര്യം വായിച്ചതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. ലോവർ മോസ്റ്റ് ഫ്ലോർ ആയിരിക്കും 1, ടോപ്പ് മോസ്റ്റ് ആയിരിക്കും 8. ആ ഒരു കാര്യം ഫിക്സ്ഡ് ആണ്. സോ അത് ആദ്യം തന്നെ എഴുതി വെക്കുക. അത്രയും ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും ഏതാണ് ഫിക്സ്ഡ് എലമെൻ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ അവിടെ ഫിക്സ് ആക്കി തന്നെ വെക്കുക. ഓക്കെ, അത്രയും കാര്യം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ആദ്യം തുടക്കത്തിൽ കിട്ടി. ദെൻ ഫസ്റ്റ് ക്ലൂ എന്താണ് പറയുന്നത്? ഡി ലിവ്സ് ഓൺ വൺ ഓഫ് ദ ഫ്ലോർസ് ബിലോ തേർഡ് ഫ്ലോർ. തേർഡ് ഫ്ലോറിന് ബിലോ ആയിട്ടാണ് ഡി ലിവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്ര പോസിബിലിറ്റി ഉണ്ട്? ഡി ഒന്നെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാവാം, അല്ലെങ്കിൽ ഡി ഫസ്റ്റ് ഫ്ലോറിലാവാം. ദെൻ നെക്സ്റ്റ് ക്ലൂ എന്താണ്? ഓൺലി 2 persons ലിവ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ്. ഡിക്കും എഫിനും ഇടയിൽ എന്താണ്? 2 പേരെ താമസിക്കുന്നുള്ളൂ, ഡി ആൻഡ് എഫ്. അപ്പോൾ 2 പേര്, ഡി ആൻഡ് എഫ്. ഓക്കെ, then the number of persons living above F is same as the number of persons living below B. Above F ഈ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ എത്രയാണ്? 1 2 3 ആണ് ഫസ്റ്റ് പോസിബിലിറ്റിയിൽ above F. അപ്പോൾ മുകളിലോട്ട് 3 പേരാകുമ്പോൾ താഴോട്ട്, അതായത് ബിലോ ബിക്ക് 3 പേർ, 1 2 3. ഇപ്പോൾ ബി ഇവിടെ വരും ഫസ്റ്റ് പോസിബിലിറ്റിയിൽ. ഇവിടെയോ 1 2 3 4 ആണ് എഫിന് മുകളിലോട്ട്. അപ്പോൾ ബിക്ക് താഴെ 1 2 3 4, ബി ഇങ്ങനെ വരും. ഓക്കെ, ദെൻ ഓൺലി 2 persons ലിവ് ബിറ്റ്വീൻ ബി ആൻഡ് ഇ. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? ഇ ഹൂ ഡസ് നോട്ട് ലിവ് അഡ്ജസൻറ്റ് ടു ഡി. ബിക്കും ഇക്കും ഇടയിൽ 2 പേരുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ നോക്കാം. ബിക്കും ഇക്കും ഇടയിൽ ഇവിടെ വന്നാൽ 2 പേര് വരാം, ബിക്കും ഇക്കും ഇടയിൽ ഇവിടെ വരാം. ഇവിടെ തന്നെ 2 പോസിബിലിറ്റി വന്നിട്ടുണ്ട്. ബട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഈ ഡിയുടെ അഡ്ജസൻ്റ് അല്ല. ഈ ഡിയുടെ അഡ്ജസൻ്റ് അല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ എവിടെ ആയിരിക്കും വരാൻ പോസിബിൾ ആയിട്ടുള്ളത്? ഈ ഇവിടെ വരാനാണ് പോസിബിലിറ്റി ഉള്ളത് ഫസ്റ്റ് കേസിൽ. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇ വന്നാൽ ഇത് ഡിയുടെ അടുത്താകും, സോ അത് പറ്റില്ല. ദെൻ ബി ആൻഡ് ഇ ഇവിടെ വരും. ഓക്കെ, സി ലിവ്സ് 2 floors എബവ് എച്ച്. സി ലിവ്സ് 2 floors എബവ് എച്ച്. എച്ചിന് 2 ഫ്ലോറിന് മുകളിലാണ് സി, അങ്ങനെയാണ് പറയുന്നത്. അല്ലാണ്ട് സിക്കും എച്ചിനും ഇടയിൽ എന്താണ് 2 പേർ എന്നല്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ സി ലിവ് 2 floor എബവ് എച്ച് എന്ന് പറയുമ്പോൾ എച്ചിനും സിക്കും ഇടയിൽ ഒരാളുടെ ഗ്യാപ്പേ കാണുകയുള്ളൂ. ഓക്കെ, അത് പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. സി ലിവ്സ് ദർ ഈസ് 2 person ബിറ്റ്വീൻ സി ആൻഡ് എച്ച് എന്ന് പറയുകയാണെങ്കിൽ അതിനിടയിൽ 2 ഗ്യാപ്പ് വരും. സി ലിവ്സ് 2 floor എബവ് എച്ച് എന്ന് പറയുമ്പോൾ എച്ചിന് മുകളിൽ സി ആയിരിക്കും, സിക്കും എച്ചിനും ഇടയിലുള്ള ഗ്യാപ്പ് 1 ആയിരിക്കും. ഓക്കെ, എച്ച് ഹു ഡസ് നോട്ട് ലിവ് ഓൺ ദ ലോവർ മോസ്റ്റ് ഫ്ലോർ. എച്ച് ലോവർ മോസ്റ്റ് ഫ്ലോറിലും അല്ലായിരിക്കും. അങ്ങനെ 2 ക്ലൂ ആണ് സിക്കും എച്ചിനെ കുറിച്ച് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിയും എച്ചും ഇവിടെ വരാം, സിയും എച്ചും ഇവിടെ വരാം. എച്ച് പക്ഷേ ലോവർ ഫ്ലോറിൽ വരില്ല, സോ അവിടെ വരില്ല. സിയും എച്ചും ഇവിടെയേ വരികയുള്ളൂ. ഓക്കെ, ദെൻ സിയും എച്ചും ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല, സിയും എച്ചും ഇവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു പോസിബിലിറ്റിയെ എന്ത് ചെയ്തു? ഔട്ടായിപ്പോയി. ദെൻ നെക്സ്റ്റ് എന്താണ്? ജി ലിവ്സ് എബവ് എ. എക്ക് മുകളിലാണ് ജി.
ഓക്കെ. ഇത് വളരെ എന്താണ് ഒരു 45 സെക്കൻഡ്സ് കൊണ്ട് തന്നെ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പസിലാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പസിലാണ്. എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്തതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റിനും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6 persons U, V, W, X, Y and Z live in a 6-story building such that the lower floor is numbered as 1. അപ്പോൾ ഇവിടെയും എന്താണ് ലോവർ ഫ്ലോർ എന്ന് പറയുന്നത് 1 ആണ്. സോ ആദ്യം എന്ത് ചെയ്യുക, അത് ഫിക്സ് ചെയ്യുക. 1 2 3 4 5 6 6 പേരേ ഉള്ളൂ ഇവിടെ. 6 പേരെ നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ദെൻ എന്താണ് പറയുന്നത്, എക്സ് ലിവ്സ് ഇമ്മീഡിയറ്റ്ലി എബവ് സെഡ് വെർ നൺ ഓഫ് ദം ലിവ്സ് ഓൺ ദ ലോവർ മോസ്റ്റ് ആൻഡ് ടോപ്പ് മോസ്റ്റ് ഫ്ലോർ. എക്സ് ലിവ്സ് ഇമ്മീഡിയറ്റ്ലി എബവ് സെഡ്. ഇസഡിന് ഇമ്മീഡിയറ്റ് എബവ് ആണ് എക്സ് എന്നാണ് പറയുന്നത്. പക്ഷേ രണ്ടുപേരും എന്താണ് ലോവർ മോസ്റ്റ് ഫ്ലോറിലും അല്ല ടോപ്പ് മോസ്റ്റ് ഫ്ലോറിലും അല്ല, ലോവറിലും അല്ല ടോപ്പ് മോസ്റ്റും അല്ല. എക്സ് ലിവ്സ് ഇമ്മീഡിയറ്റ്ലി എബവ് സെഡ്, അതവിടെ നിൽക്കട്ടെ. ദെൻ എന്താണ്, only 2 person live between x and y. എക്സിനും വൈക്കും ഇടയിൽ 2 പേരേ ഉള്ളൂ. The number of person living above y is 1 less than the number of person living below v. ഓക്കെ, എക്സ് lives immediately above z എന്നാണ് പറയുന്നത്. അപ്പോൾ z ഇവിടെ വന്നാൽ എക്സ് വരാൻ പറ്റില്ല, z ഇവിടെ വരാം, അപ്പോൾ എക്സ് ഇമ്മീഡിയറ്റ്ലി എബവ് ആവും. z ഇവിടെ വന്നാൽ എക്സ് ഇമ്മീഡിയറ്റ്ലി എബവ് ആവും, z ഇവിടെ വരാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഇപ്പോൾ 2 പോസിബിലിറ്റീസ് മാത്രമാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ only 2 person live between x and y. എക്സിനും വൈക്കും ഇടയിൽ 2 പേരേ വരുന്നുള്ളൂ. എക്സ് ആൻഡ് വൈ 2 പേര് ഇവിടെ വരത്തില്ല, എക്സ് ആൻഡ് വൈ 2 പേര് ഇവിടെ വരാം. Okay, the number of person living above y is 1 less than the number of person living below v. Number of person above y 1 2 3 4 4 പേരാണ് above y ഉള്ളത്. എന്ന് പറയുന്നത് ഒന്ന് കുറവാണ് വീനേക്കാളും. അതായത് ഇതിപ്പോൾ 4 ആണെങ്കിൽ വീന് താഴെ എത്ര പേരുണ്ട്, 5 പേരുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. 1 2 3 4 5. അപ്പോൾ വീന് താഴെ 5 പേര് കാണും. എബവ് വൈനേക്കാൾ ഒന്ന് കുറവാണ് ബിലോ വി. എബവ് വൈ എന്ന് പറയുന്നത് ഒന്ന് കുറവാണ് ബിലോ വീനേക്കാളും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം വൈ ഓൾറെഡി 2 4 5 ഉണ്ട്. അപ്പോൾ വി എന്ന് പറയുമ്പോൾ 6 വരണം, അത് പറ്റില്ല. സോ ഈ പോസിബിലിറ്റി കട്ടായി. ദെൻ എന്താണ് പറയുന്നത്, ബോത്ത് ഇസഡ് ആൻഡ് ഡബ്ല്യു ഡസ് നോട്ട് ലിവ് അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ. ഇസഡ് ആൻഡ് ഡബ്ല്യു, അപ്പോൾ ഡബ്ല്യു അഡ്ജസൻറ്റ് അല്ലെന്ന് പറയുമ്പോൾ ഡബ്ല്യു ഇവിടെ വരില്ല, ഡബ്ല്യു ഇവിടെ വരും, ഇസഡിൽ നിന്ന് ദൂരെയായിട്ട്. ദെൻ നമ്മൾക്ക് മിച്ചം വന്നിട്ടുള്ളത് ഏതാണ്, യു. സിമ്പിളായിട്ടുള്ള ഒരു പസിലല്ലേ ഇത്. സോ ഇത് അപ്രോച്ച് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദെൻ തേർഡ് ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം, അത് ചെയ്തിട്ട് ആൻസർ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. സോ നമ്മൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സീരീസും മുന്നോട്ട് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.